ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നിള ബോട്ട് ക്ലബ്ബും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ബൈക്ക് പാർക്കിങ്ങും അതുപോലെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയും കാണും കേട്ടോ അകത്തേക്കുള്ളത്. പിന്നെ അവിടെയുള്ള ഒരു നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും കുറച്ച് നിർദ്ദേശങ്ങളും പിന്നെ അവരുടെ റൂൾസും മറ്റും കാര്യങ്ങളാണ് ആ നോട്ടീസ് ബോർഡിലുള്ളത്. അതൊന്ന് നോക്കി വായിക്കേണ്ടത് നല്ലതായിരിക്കും. പിന്നെ നമ്മളിത് ആ ചെറിയ തോടിനോട് മുകളിലൂടെയുള്ള പാലമൊക്കെ കടന്ന് നേരെ അവിടേക്ക് കടക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കിസ്മിസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫ്രഷ് ജ്യൂസ്, അതുപോലെ തന്നെ ഷെയ്ക്ക്, അതുപോലെ തന്നെ കോഫി ഐറ്റംസ് ഒക്കെ ഉണ്ട്, സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ്. ചെറുതുരുത്തി ഭാഗത്ത് ഇങ്ങനൊരു വേറൊരു സ്ഥലമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തിരക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് മാറിയിട്ട് ശാന്തമായിട്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നിള ബോട്ട് ക്ലബ്ബ്. ഇവിടെ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള നല്ലൊരു ഏരിയ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നടക്കുകയാണോ. നടക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. നമുക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കയാക്കിങ്, വഞ്ചിയിൽ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെഡൽ ബോട്ട്, അതിനൊക്കെയുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെയുള്ളത്. ഇവിടെ വരണത് ഒരു ആൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് ഈടാക്കുന്നത്. വഞ്ചിയിൽ പോകുന്നതിനായാലും കയാക്കിങ്ങിനായാലും അതുപോലെ പെഡൽ ബോട്ടിനായാലും 100 രൂപയാണ് ഉള്ളത്. പിന്നെ എല്ലാ ദിവസവും ഈ എല്ലാ റൈഡുകളും ഉണ്ടാവണം എന്നില്ല. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ദിവസം വഞ്ചിയാണ് ഉള്ളത്. വഞ്ചിയിൽ പോകാനും ഒരാൾക്ക് 100 രൂപയാണ് ഉള്ളത്. ലൈഫ് ജാക്കറ്റും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സേഫ്റ്റിയാണ്. പിന്നെ അവിടുത്തെ ജീവനക്കാരും നമുക്ക് ഒപ്പം കൂടെയുണ്ട്. പിന്നെ നേരെ കയറി ചെല്ലുമ്പോൾ കുറച്ച് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും അറ്റത്തായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വരുമ്പോൾ തന്നെ അവിടെ കുറച്ച് പേർക്ക് അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്ത് കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ തന്നെ ഒരു ഫാമിലി വഞ്ചിയിൽ കയറി പോകുന്നുണ്ട്. അവർ ആ വഞ്ചി റൈഡ് എടുത്തിട്ട് അവരങ്ങോട്ട് വഞ്ചിയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു അവർ പോകുന്നത് കാണാൻ. നമ്മൾ സാധാരണ രീതിയിൽ ചെറുതുരുത്തേക്ക് വരുമ്പോൾ, ഭാരതപ്പുഴയുടെ അവിടേക്ക് വരുമ്പോൾ നമ്മളവിടെ ആ അപ്പുറം സൈഡിൽ മണൽ പ്രദേശം അവിടെയാണ് നമ്മൾ സാധാരണ വന്നിരിക്കാറ്. അവിടെ മറ്റേ ഐസ്ക്രീംകാരോ അല്ലെങ്കിൽ അപ്പുറത്ത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ ഒരു ചെറിയ രീതിയിലൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ അവിടെ പോയിട്ടാണ് ഇരിക്കാറ്. ആ മണൽ പ്രദേശത്തൊക്കെയാണ് നമ്മൾ പോയിട്ടിരിക്കാറ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ചെറുതുരുത്തി പാലും റൈറ്റ് സൈഡിൽ റെയിൽവേ പാലമാണ് കേട്ടോ. ഇത് നമ്മുടെ വണ്ടികൾ പോകുന്ന ചെറുതുരുത്തി പാലമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് നമ്മൾ അവിടെ ഇരിക്കാറുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോഴും അവിടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ പോകുന്നത് നമ്മുടെ വണ്ടികൾ പോകുന്ന മറ്റേ ചെറുതുരുത്തി പാലം കേട്ടോ. ഭാരതപ്പുഴയുടെ കുറുകെയുള്ള ചെറുതുരുത്തി പാലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഈവനിങ്